എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ്. വീൽ ഓഫ് ഫോർച്യൂൺ, magician, justice, page of wands, knight of cups, ace of cups, two of pentacles. ഇന്ന് എല്ലാം മേജർ ആർക്കാന കാർഡ്സും കോഡ് കാർഡുമാണ് വന്നിരിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്സ് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ഒരു സുപ്രധാനമായൊരു മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം, ഒരു ഭാഗ്യം കൊണ്ടുതരുന്നൊരു മാറ്റമാണ് വരുന്നത്. അതുപോലെ വളരെ ശ്രദ്ധയും ഏകാഗ്രതയോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. എന്ത് മാറ്റമാണോ നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ധൈര്യമായി സ്വീകരിക്കാം. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നൊരു മാറ്റമാണ് അതിനകത്ത് കാണുന്നത്. കരിയറിൽ ഭാഗ്യം വരാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പ്രൊഫഷണൽ ലൈഫിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ചില ആളുകൾ നിങ്ങളെ പരിഗണിക്കാതിരുന്ന സ്ഥലത്ത് പരിഗണിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ തഴഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഒരു ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും നിങ്ങൾക്കത് ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എഴുതി തള്ളപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ തിരിച്ച് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു എനർജി ചേഞ്ച് നടക്കുകയാണ്. നല്ലൊരു മാറ്റമാണ്, ഭാഗ്യം കൊണ്ടുവരുന്നൊരു മാറ്റമാണ് വരുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ഇന്നത്തെ ദിവസം കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ആളായിട്ട് മാറാം. ചില സിംഗിളായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുന്നുണ്ടാവും ഇന്നത്തെ ദിവസം. അത് കറക്റ്റായിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. അങ്ങനെ വരുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഒരു സന്തോഷം ഭാഗ്യവും കൊണ്ടുവരുന്ന ഒരു വ്യക്തികളായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം സംഭവിക്കുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു പോസിറ്റീവ് മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് മജീഷ്യനാണ്. ഞാൻ പറഞ്ഞു ഇത് മേജർ ആർക്കാന കാർഡ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത്. മജീഷ്യൻ പറയുന്നത് നിങ്ങളുടെ കഴിവിലും ആത്മവിശ്വാസത്തിലും നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും ഒരു അതിനകത്തൊരു ട്രസ്റ്റ് തോന്നുന്നൊരു ദിവസം. നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവരും കൂടി അംഗീകരിക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ മറ്റുള്ളവരും കൂടി അംഗീകരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം മാറുന്നത്.
നിങ്ങൾക്ക് വളരെ സൃഷ്ടിപരമായിട്ടുള്ള പല കഴിവുകളും ഇന്ന് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പല കഴിവുകളും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകാരം കിട്ടാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നുകയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടപ്പിൽ വരുന്ന ഒരു ദിവസമാണ്. ഇന്ന് മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഫലം കാണുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ചിന്തിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്ത് പ്രശ്നം വന്നാലും അതിനകത്ത് പോസിറ്റീവ്നെസ് കണ്ടെത്തി ചിന്തിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമാക്കണമെന്നോ അല്ലെങ്കിൽ എന്താഗ്രഹമാണ് നിങ്ങൾക്ക്, ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്, ഒരു വീടാണ് ആഗ്രഹിക്കുന്നത്, എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഇന്നത്തെ ദിവസം ശക്തമായി ആഗ്രഹിക്കുകയും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം. എല്ലാ സാധനവും പോസിറ്റീവ്നെസ് കണ്ടെത്തുക. നിങ്ങൾ എന്ത് മനസ്സിൽ നിന്ന് വിചാരിക്കുന്നോ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും യൂണിവേഴ്സ് തുറന്നു തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അനന്തതയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് നേടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ നയിക്കുന്ന ഒരു ലൈഫിലെ ഒരു പാത്തായിരിക്കാം, ഒരു ലൈഫിലെ ചേഞ്ച് ആയിരിക്കാം ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻഫിനിറ്റാണ്. എന്ത് കാര്യം നിങ്ങൾക്ക് നേടിയാലും അത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. ചില ആളുകൾക്ക് ശമ്പള വർധനവ് ഉണ്ടാവാം. അതുപോലെ അനുയോജ്യമായ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധമായാലും പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളാണെങ്കിലും എന്ത് സാമൂഹികമായ ബന്ധങ്ങളാണെങ്കിലും എന്ത് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നതാണെങ്കിലും അതും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. നീതിയും ന്യായവും എല്ലാം നിങ്ങളുടെ ഭാഗത്താണ് ഇന്നത്തെ ദിവസം വരുന്നത്. സത്യസന്ധതയും നിങ്ങളുടെ ഉള്ളിലുള്ള സത്യസന്ധതയെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത്, നിങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ പോളിഷ്ഡായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും നിങ്ങളുടെ ക്വാളിറ്റീസും മനസ്സിലാക്കാതെ നിങ്ങളെ തഴഞ്ഞ ആളുകളുടെ മുന്നിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങളുടെ അവസരമാണ് ഇന്നത്തെ ദിവസം വരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഇതിനു മുന്നേ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയോ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ വളരെയധികം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ, നിങ്ങളുടെ നന്മ എന്താണോ, നിങ്ങൾ എന്ത് നന്മ ഉദ്ദേശിച്ചാണ് ഒരു കാര്യം ചെയ്യുന്നത് ആ നന്മയെ മറ്റുള്ളവർ തിരിച്ചറിയുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ സാമ്പത്തികമായ ഇടപെടലുകളെല്ലാം വളരെ നീതിപൂർവമായിട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത്രയും നാളും നിങ്ങൾ പരിഗണിച്ച പോലെ ആയിരിക്കില്ല, ഇനി അങ്ങോട്ടുള്ളൊരു പരിഗണന തന്നെ മാറുന്നുണ്ടാവും. അങ്ങനെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതശൈലിയും വളരെ നിങ്ങൾക്ക് മെൻ്റലി വളരെ ഫ്രീഡം കിട്ടുന്നതായിട്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചിന്തിക്കാനും ഫ്രീ വില്ല് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. മറ്റേത് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആരെങ്കിലും ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അതിനുള്ള എനർജിയും നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ട്. അടുത്തത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കങ്ങളാണ്, പുതിയ സ്നേഹബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാ കാർഡിലും കാണിക്കുന്നത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ യൂണിവേഴ്സിനോട് നന്ദി പറയുക. കാരണം നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ
കൊളീഗ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ ബിസിനസ് പാർട്ട്ണറോ സാമൂഹിക ബന്ധങ്ങൾ എന്താണെങ്കിലും ഏത് വിധത്തിലുള്ള ബന്ധങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നതാണെങ്കിലും പുതിയൊരു സ്നേഹബന്ധം പുതിയൊരു ഉണർവും അതിനകത്ത് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വൈകാരികമായിട്ട് വളരെ ഉയർന്ന ലെവലിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നത്. പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും വളരെയധികം ധൈര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തും ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം കൂടുതലായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ പിന്തുണയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ള ആളുകളുടെ പിന്തുണയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലെല്ലാ ആളുകളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതായിട്ട് കാണുന്നു. പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്, അല്ലാതെ നടപ്പിലാക്കുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ ഡിസ്കഷൻസ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള അറിവും നിങ്ങളുടെ പരിജ്ഞാനവും ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയൊരു മേഖല തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവസരങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഫേവറബിളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളും യൂണിവേഴ്സും നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ ആ അവസരത്തിനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാക്സിമം ഉപയോഗപ്പെടുത്താൻ, നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ, നന്മ കൊണ്ടുവരാൻ, സമൂഹത്തിനും നിങ്ങൾക്കും നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇന്ന് വരുന്നുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ ഇത്രയും നാളും കണ്ടിരുന്ന ഒരു രീതിയിലായിരിക്കില്ല പല ആൾക്കാരും നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ഈ പോസിറ്റീവ് ചേഞ്ച് കൊണ്ട്, നിങ്ങളിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് പല ആളുകളും നിങ്ങളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം, അതിന് മുന്നേ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിറവ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. കാരണം ഇത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ നിറവ് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ പല സന്തോഷങ്ങളുണ്ടാകുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തൃപ്തിക്കുറവ് പല സമയങ്ങളിലും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിലൊരു നിറവ് അനുഭവപ്പെടുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആദർശത്തെയും വളരെയധികം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. എല്ലാവരോടും വളരെ വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്നൊരു ദിവസമാണ്. ഈ കാർഡും പറയുന്നത് നിങ്ങൾക്കൊരു റൊമാൻസ് അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ വന്നു ചേരാനുള്ള അവസരം ഇന്നത്തെ ദിവസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബന്ധങ്ങളിൽ കൂടുതൽ സൗമ്യത അല്ലെങ്കിൽ ഒരു പരിലാളന ഒക്കെ ഇന്നത്തെ ദിവസം അനുഭവപ്പെടും. നിങ്ങളോട് സംബന്ധിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ആരോട് പെരുമാറുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു സൗമ്യതയും ഒരു സ്നേഹവും എല്ലാവരുടെ അടുത്തും കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു. എന്ത് കാര്യത്തിനും എല്ലാവരോടും കൂടി യോജിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, ഫാമിലിയിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും എല്ലാവരുടെ അഭിപ്രായങ്ങളും കൂടി ചോദിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരോടൊരു ദയയും പരിഗണനയും ഒക്കെ കാണിക്കുന്ന ഒരു ദിവസമാണ്. പല കാര്യത്തിനും മറ്റുള്ളവരെയും പരിഗണിക്കുന്നു, മറ്റുള്ളവരോട് ദയ കാണിക്കാനും കരുണ കാണിക്കാനും ഒക്കെ വളരെയധികം മനസ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാണ് കാണുന്നത്. ഏത് കാര്യവും ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും റിസ്ക് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ വളരെയധികം ആലോചിക്കുന്നുണ്ട്. എല്ലാ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ പക്ഷേ വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ത് കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിൽ തീരുമാനമെടുത്താലും വളരെയധികം ആലോചിച്ച് പരിഗണിച്ചതിന് ശേഷം മാത്രമാണ്, ശ്രദ്ധയോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ഉത്സാഹവും സ്വാതന്ത്ര്യവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ വളരെ ക്ലാരിറ്റിയും പക്വതയോടും കൂടി അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് വളരെ നല്ലൊരു ഗുഡ് ന്യൂസ്, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ന്യൂസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അഭിനിവേശത്തെ പുറത്തേക്ക് എടുക്കാനായിട്ട്
ഇന്നത്തെ ദിവസം അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങൾ വന്നതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ശങ്കിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ചില ആളുകൾക്ക് ഇതൊരു പുതിയ ജോബോ ഓഫർ വന്നതായിരിക്കാം. ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അനുമതി കിട്ടുന്നതായിരിക്കാം. ചില ആളുകൾക്ക് പുതിയ കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കാം. എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം കിട്ടുന്നുണ്ട്. ആ തുടക്കം നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള ഒരു നല്ലൊരു മാർഗമായിട്ട് ഇതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്ന ദിവസമാണെന്ന്. നിങ്ങൾ എന്ത് സാഹസത്തിനും എന്ത് ചെയ്തിട്ടാണെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറബിളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടു ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സന്തുലിതമായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതായത് വരവും ചിലവും സമന്വയിപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതൽ മണിയുടെ എനർജി മണി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ വരവും ചിലവും കാൽക്കുലേറ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഉയർച്ചകളെയും താഴ്ചകളെയും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് കുറേ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും ചില ആളുകൾക്ക് ഒരു നെഗറ്റീവ് എനർജി മനസ്സിലേക്ക് വരും. എനിക്കിത് അർഹതപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണോ ഈ ഒരു സന്തോഷത്തിലേക്ക് വന്ന് പെട്ടെന്ന് ചില ആളുകൾ പെട്ടെന്ന് കൂടുതൽ നമുക്ക് പോസിറ്റീവ്നെസ്സും സന്തോഷമൊക്കെ വരുമ്പോൾ മനുഷ്യന്മാർ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തെ ചിന്തകളിലെ ഒക്കെ യാതൊരു ആവശ്യവുമില്ല. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒരേപോലെ നമ്മൾ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായാൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുക. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഉണ്ടാവുന്നത്. എന്ത് സാഹചര്യം വന്നാലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. 3 മേജർ ആർക്കാന കാർഡുകളും 3 കോഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേജർ ആർക്കാനയുടെ റിസൾട്ടുകൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന റിസൾട്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ എനർജി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ലൊരു എനർജിയിൽ ഇന്നത്തെ ദിവസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് കൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്കും ആ ഒരു എനർജി പാസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ട എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.